ഈ ജയശങ്കർ വക്കീലും അതേപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്താൽ തങ്ങളുടെ പ്രതിനിധികളെ അയക്കില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് വരാം. അയക്കില്ല എന്ന തീരുമാനം CPM എടുത്തിട്ട് കുറെ കാലമായി. സമാനമായ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ വന്നതായിട്ടുള്ള അവതാരകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അത് 2022 അതിന് ശേഷം പിന്നീട് ചാനൽ ചർച്ചകളൊന്നും പങ്കെടുത്തിട്ടില്ല. പിന്നെ വേണമെങ്കിൽ പങ്കെടുക്കാൻ പോകാൻ പറ്റുന്നത് ജയ്ഹിന്ദ് ചാനലിലോ ജനം ചാനലിലോ ആണ്. അപ്പൊ അതിൽ ഒരു വലിയ താല്പര്യം ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും പിടിക്കാറുമില്ല. മാത്രമല്ല, ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ ശബ്ദത്തിന്റെ എതിർ പദം, വിപരീത പദം നിശബ്ദത എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഭാഷയ്ക്കകത്ത് അങ്ങനെയാണ് പഠിക്കുന്നത്. സത്യത്തിൽ ശബ്ദത്തിന്റെ വിപരീത പദം നിശബ്ദതയല്ല, അത് ബഹളമാണ്. കാരണം ശബ്ദത്തിന് നമുക്ക് പലതും മനസ്സിലാവും. നമ്മൾ ശബ്ദം കൊണ്ടാണ് തിരിച്ചറിയുന്നത്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ആളുകളുടെ അടുത്ത് പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതൊക്കെ. പക്ഷെ നിശബ്ദതയിലും പലതും സാധ്യമാണ്. നിശബ്ദതയിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കും. അതുകൊണ്ടാണല്ലോ ഈ മെഡിറ്റേഷന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളത് നിശബ്ദമായ അന്തരീക്ഷങ്ങളാണ്. പഴയ കാലത്ത് ഈ മുനിമാരൊക്കെ പിന്നെ തപസ് അനുഷ്ഠിക്കാൻ പോയിരുന്നത് നിശബ്ദമായ സ്ഥലങ്ങളിലാണ്. അവിടെ നമുക്ക് പല കമ്മ്യൂണിക്കേഷനും നടക്കും, പല രീതിയിലുള്ളത്. പക്ഷെ ബഹളത്തിൽ ഒന്നും നടക്കില്ല, ഒന്നും മനസ്സിലാവില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, അതാകെ അലമ്പായി പോവുകയാണ് ഇപ്പൊ ഈ മൈക്കൽ ജാക്സനെ കുറിച്ച് പറയാറുണ്ട്. മൈക്കൽ ജാക്സന് 40% കേൾവിക്കുറവുള്ള ഒരാളായിരുന്നു. മൈക്കൽ ജാക്സന്റെ ഈ മ്യൂസിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആകെ ബഹളം അടിച്ചപ്പോൾ ആകെയത്. പക്ഷെ ഇതറിഞ്ഞപ്പോ പിന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം സ്വയം സൃഷ്ടിക്കുന്ന ബഹളത്തിൽ നിന്ന് 40% അദ്ദേഹത്തിന് രക്ഷ നേടാമല്ലോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ 2009 ആണ് നമ്മുടെ റസൂൽ പൂക്കുട്ടിക്ക് സ്ലംഡോഗ് മില്യനെയർ പിന്നെ സ്ലംഡോഗ് മില്യനെയർ സിനിമയിലെ ഈ സൗണ്ട് റെക്കോർഡിങ്ങിന്റെ പേരിലുള്ള ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ അന്ന് ഗൾഫിലാണ്. അന്ന് ഞാൻ പിന്നെ ജോലിക്ക് പോകാതിരുന്നു, ലീവ് എടുത്തു ഓഫീസിൽ. ഇതൊന്നും പറഞ്ഞില്ല, ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജൊക്കെ അയച്ചിട്ട് ഞാൻ ലീവാക്കി. GM അടുത്തും പറഞ്ഞു, ഞാൻ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്തോളാം, കാരണം ലാപ്പ് എൻ്റെ കയ്യിലുണ്ട്, എന്തെങ്കിലും അസൈൻമെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഓഫീസിലേക്ക് വരാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. റൂമിലിരുന്ന് ചെയ്യാമെന്നു. കാരണം നമ്മൾ ചരിത്ര നേട്ടത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ റസൂൽ പൂക്കുട്ടി മലയാളിയും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അതിന്റെ ആ ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് എഴുതിയിട്ട് TV മുമ്പ് മാറാതിരിക്കുക. അപ്പോൾ ഈ സ്ലംഡോഗ് മില്യനെയറിലെ അവാർഡ് പ്രഖ്യാപിച്ച് റസൂൽ പൂക്കുട്ടി വേദിയിലേക്ക് ചെല്ലുമ്പം അദ്ദേഹം ആകെ ഇമോഷണലാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ അടുത്തുണ്ട്, ഇതിന്റെ പിന്നെ ആങ്കർ അടുത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദിസ് ഈസ് അൺബിലീവബിൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് പിന്നെ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുക. പിന്നെ വി ക്യാൻ ബിലീവ് ദിസ് എന്നാ പറയണേ, ദിസ് അൺബിലീവബിൾ, വി ക്യാൻ ബിലീവ് ദിസ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുകയാണ്. ഇമോഷണലായി പോവുകയാണ് പെട്ടെന്ന് അത് കിട്ടിയതിന്റെ സന്തോഷത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയുന്നുണ്ട്, പിന്നെയും ഒരു 2 മിനിറ്റ് മിണ്ടാണ്ടിരിക്കുക. പിന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള മനോഹരമായ പ്രസംഗമുണ്ട്, അത് ഞാൻ വായിക്കാം, കാരണം ഫുള്ളായിട്ട് എനിക്ക് കാണാതെ ഓർമ്മയില്ല. ഐ കം ഫ്രം എ കൺട്രി ആൻഡ് സിവിലൈസേഷൻ ദാറ്റ് ഗിവൻ ദ യൂണിവേഴ്സ് എ വേർഡ്. ദാറ്റ് വേർഡ് ഈസ് പ്രൊസീഡഡ് ബൈ സൈലൻസ് ഫോളോഡ് ബൈ മോർ സൈലൻസ്. ദാറ്റ് വേർഡ് ഈസ് ഓൺ. ഓക്കെ, സൈലൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സൗണ്ട് റെക്കോർഡിസ്റ്റ് ആണ്. നിശബ്ദതയ്ക്ക് ഒരു ഭംഗിയുണ്ട്, ശബ്ദത്തിനൊരു ഭംഗിയുണ്ട്, നമ്മൾ സംഗീതം കേൾക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ നോക്കിയുണ്ട്. പക്ഷേ ഈ പിന്നെ അലമ്പിനും ബഹളത്തിനും ഒരു ഭംഗിയില്ല, ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ ചാനൽ ചർച്ചകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒച്ചയും വിളി അല്ലാതെ ഇവരാര് പറയണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ പറയുമ്പോൾ തന്നെ മറ്റേ ഇടയ്ക്ക് കയറി പറയും. മോഡറേറ്റർമാർ ഇതിനെ അത്യാവശ്യം പ്രോത്സാഹിപ്പിക്കും, കാരണം അവർക്ക് റീച്ചിന്റെ വിഷയമാണ്. ഇവിടെ തല്ലുംപിടി ഇങ്ങനെ ഒച്ചയുംപിടിയൊക്കെ ഉണ്ടായാലേ ഉള്ളൂ. പിന്നെ ഒരു പരിധി വിടുമ്പോൾ മാത്രമാണ് അവർ കയറി ഇടപെടുക. ഇത് ഓവറായി പോകുന്നത് കാണുമ്പോൾ, ചാനൽ ചർച്ച 1 മണിക്കൂർ ഇരുന്ന് കാണുമ്പോൾ അതിന്റെ പകുതി സമയം പോലും ഇവരാരും പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയുംപിടി ഉണ്ടാക്കുക, ഇടപെട വിളികളൊക്കെ വരുന്നത്. ചാനൽ ചർച്ചയ്ക്കകത്ത് കാര്യങ്ങൾ കൃത്യമായി പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള 2 പേരാണ് അഡ്വക്കേറ്റ് ജയശങ്കറും ശ്രീജിത്ത് പണിക്കരും. ജയശങ്കർക്ക് പിന്നെ പ്രകോപനത്തിനാവുമ്പോൾ കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വല്ലാതെ ഇങ്ങോട്ട് ചീത്ത വിളി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് അത് അദ്ദേഹം പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഒരു വിഷയത്തെക്കുറിച്ച് സ്പെസിഫിക് ആയി വളരെ പ്രിസൈഡഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫോക്കസ്ഡ് ആയിട്ട് പറയാൻ കഴിയുന്ന, അത് സരസമായ ഭാഷയിൽ പറയാൻ കഴിയുന്ന ഒരാളാണ് ജയശങ്കർ വക്കീൽ. ശ്രീജിത്ത് പണിക്കരാവട്ടെ ഒരൊച്ചയും വിളി ഉണ്ടാക്കാൻ പോകാറില്ല. ശ്രീജിത്ത് പണിക്കര് പിന്നെ കുരങ്ങാന്ന് പോലും വിളിക്കാൻ പോകാറില്ല, എടാന്ന് പോലും വിളിക്കാൻ പോകാറില്ല. ശ്രീജിത്ത് പണിക്കർ, ഞാൻ ഇത് സ്റ്റഫുള്ള മനുഷ്യന് ഈ ഒച്ചയും വിളി ഇല്ലാതെയും കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പൊ എനിക്കിപ്പോ പിന്നെ ആരുമായും കമ്മ്യൂണിക്കേഷൻ നടത്താൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ അതുകൊണ്ടാണ്.
ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ? നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഒച്ചമണി ഉണ്ടാക്കണേ. നമ്മുടെ ഭാഗത്ത് ന്യായം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ എന്റെ വീഡിയോയുടെ അടിയിൽ തന്നെ വളരെ വന്ന് പിന്നെ തെറി പറയും എന്ന് അവരതിനകത്ത് ഞാൻ പറഞ്ഞ കണ്ടന്റിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതവിടെ ഒന്ന് എഴുതിയാൽ മതി. CPM സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോൺഗ്രസ് CPM എന്താ പറയുമോ, ഇപ്പൊ BRN ഷഫീറിനെ പോലെയുള്ളവര്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവര്, അല്ലെങ്കിൽ ഷാജഹാനെ പോലെയുള്ളവർ, ഇവരോട് ചർച്ച നടത്താനേ തൽക്കാലം CPM ആൾക്കാർക്ക് കഴിവുള്ളൂ. അതിനുള്ള സ്റ്റഫേ അവർക്കുള്ളൂ. അവരൊക്കെ വരികയാണെങ്കിൽ ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവരുടെ കൂടെ ചർച്ച നടത്താം. അതേസമയം കാരണം ഇവർ ഈ ഒച്ചമൂളി ഉണ്ടാക്കിയിട്ടൊക്കെ ഇതുള്ളൂ. മറ്റൊരു ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്ന കാര്യം മറികടക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനുമുള്ള ശേഷി ഒരൊറ്റ ഒരുത്തൻ CPM ഇല്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് CPM ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇത് വലിയ പാർട്ടിയാണല്ലോ, ഭയങ്കര ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്നു, താത്വികമായ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്നു, എല്ലാവരും മികച്ച പ്രഭാഷകരാണെന്ന് പറയണു, പൊതുവേദിയിൽ കിടന്നിട്ട് മൈക്ക് കിട്ടുമ്പോൾ ഏകപക്ഷീയമായിട്ട് റേഡിയോ പറയണ പോലെ പറയാനേ പറ്റുള്ളൂ. ഇപ്പുറത്തൊരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ഇവര് പിന്നെ അവരുടെ ആളുകളെ അത്തരം ചർച്ചയ്ക്ക് പാനലിലേക്ക് പറഞ്ഞയക്കില്ല എന്ന് പറയുന്നത്. ജയശങ്കർ വക്കീലും ശ്രീജിത്ത് പണിക്കരും ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവരൊക്കെ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പറയാം ഞങ്ങൾ ഇനി നിയമസഭയിൽ പോകില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവർക്ക് നരേന്ദ്രമോദിയുള്ള പാർലമെന്റിൽ ഇവർ പോകണില്ലേ? അപ്പൊ അതിനൊന്നും ഇവർക്ക് പ്രശ്നമില്ല എന്ന് പറയണ PC ജോർജ് ഉണ്ടായിരുന്നപ്പോൾ ഇവരെല്ലാം നിയമസഭയിൽ ഇരുന്നില്ല, എന്നാൽ ഞങ്ങൾ നിയമസഭാംഗം തന്നെ രാജിവെക്കുകയാണെന്ന് പറഞ്ഞു. ഇല്ല, ഇവിടെ ജനങ്ങളുടെ മുമ്പിലാണ്, ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ചാനൽ ചർച്ചകൾ രാത്രി ലൈവായിട്ട് നടക്കുന്നത്. ആ ചർച്ചയ്ക്കകത്ത് തങ്ങൾ ദുർബലരാകുന്നു, തങ്ങൾക്ക് പിന്നെ തങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് ജനത്തിന് ബോധ്യപ്പെടുന്നു. അങ്ങനെ അവരുമായിട്ട് തർക്കിക്കുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്ന തോന്നലിൽ നിന്നാണ് ഇവരിങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. CPM പോലുള്ള പാർട്ടി വെല്ലുവിളിക്കുകയാണ്. ഇവർക്ക് ഒരുപാട് കേഡർമാരുണ്ട്, വലിയ ബുദ്ധിജീവികളാണ് എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഇവർ ചർച്ചയ്ക്ക് പോട്ടെ. ജയശങ്കർ വക്കീലുണ്ടെങ്കിലും പിന്നെ ശ്രീജിത്ത് പണിക്കരല്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്നല്ലേ പറയേണ്ടത്? ആര് വന്നാലും പോകാൻ തയ്യാറാണെന്ന് പറയണ്ടേ സംസാരിക്കാൻ? നമ്മളൊക്കെ ആരോടും സംസാരിക്കാൻ തയ്യാറാ. ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും നമുക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയും, നമുക്ക് പിന്നെ മനസ്സിലാവാത്ത കാര്യത്തിൽ മനസ്സിലാവില്ല, ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തണം എന്ന് പറയും. ഇവർക്ക് അതിനുള്ള ബോധമില്ല. അത്രയേ ഉള്ളൂ CPM എന്ന് പറയുന്ന പാർട്ടി. അതുകൊണ്ട് CPM എന്ന പാർട്ടിക്ക് കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ ഒരു ബഹിഷ്കരണ സിദ്ധാന്തം ഒഴിവാക്കിയിട്ട് ആരെ വേണമെങ്കിലും നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചോ, ആരോടും സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുള്ള ആത്മബലം ഞങ്ങൾക്കുണ്ട്, അതിനുള്ള ആശയബലം ഞങ്ങൾക്കുണ്ട്, അതിനുള്ള രാഷ്ട്രീയ ബോധം ഞങ്ങൾക്ക്